ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. വീട്ടിലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ അതങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി ഒരു ബൗളിലേക്ക് അരക്കപ്പ് അളവിൽ ചവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. ഈ ചവ്വരി നന്നായിട്ട് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 350 ഗ്രാം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം രണ്ടറ്റതും മുറിച്ചു. എന്നിട്ട് നമുക്കിതിൻ്റെ തോലെല്ലാം കളയണം. ഒരു പീലറോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ നന്നായിട്ട് നമുക്കിതിൻ്റെ തോല് കളയണം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റ് എടുക്കുമ്പോൾ വണ്ണം കുറഞ്ഞിട്ടുള്ള ക്യാരറ്റ് എടുക്കുന്നതാണ് നല്ലത്. അതിനാണ് കൂടുതൽ മധുരം ഉണ്ടാവുക. നമ്മൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് അധികം നേരിയ തോതിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. കുറച്ച് കട്ടിക്ക് വേണം നമ്മളിത് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരളവിലാണ് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് വഴറ്റി കൊടുക്കുന്ന സമയത്ത് മുന്തിരി നന്നായിട്ടൊന്ന് ബോൾ രൂപത്തിലായിട്ട് വീർത്ത് വരും. പിന്നെ അണ്ടിപ്പരിപ്പ് ചെറിയൊരു കളർ മാറി വരും. ആ സമയത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് നന്നായിട്ടൊന്ന് നമുക്ക് ഈ എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം. 1 മിനിറ്റ് സമയം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കുതിർന്ന് കിട്ടാൻ വേണ്ടി വെച്ചിരുന്ന ചവ്വരി നന്നായിട്ട് തന്നെ കുതിർന്നിട്ടുണ്ട്. ഈ ചവ്വരി നമുക്ക് 1 മണിക്കൂർ വേണമെങ്കിൽ കുതിർത്ത് വെക്കാം കേട്ടോ. അത്രയും നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കുതിർന്നിട്ടുള്ള ഈ ചവ്വരി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ലിറ്റർ അളവിൽ പാലെടുത്ത് വെച്ചിരുന്നു. ഇതിപ്പോൾ ഏകദേശം 1.25 ലിറ്റർ പാലുണ്ട്. ഈ പാല് തിളപ്പിച്ച് വെച്ചതായിരുന്നു. ഇതിൻ്റെ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചവ്വരി വേവാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് വേണ്ടി വരും. കാരണം നമ്മളിത് കുതിർത്ത് വെച്ചിരുന്ന ചവ്വരിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ വേവ് റെഡിയായിട്ട് കിട്ടും. അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് തീ ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. 5 ഏലക്കായയുടെ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. പായസത്തിൻ്റെ രുചിക്ക് വേണ്ടി നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാല് പിരിഞ്ഞു പോകുന്നില്ല കേട്ടോ. നമ്മളിത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് പായസത്തിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കൈയെടുക്കാതെ തന്നെ 1 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. പായസത്തിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റിലായി ചേർക്കാനുള്ളത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാരറ്റ് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല രുചികരമായിട്ടുള്ള ഒരു പായസമാണിത്. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ക്യാരറ്റ് പായസം റെഡിയായി കഴിഞ്ഞു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്.